ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സാരി എങ്ങനെ ഒരു ഗൗൺ പോലെ ഡ്രേപ്പ് ചെയ്യാം, നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി എടുക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ പെറ്റിക്കോട്ടിൽ ഒരു ടക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഫാബ്രിക് എടുത്തിട്ട് വീണ്ടും ഒരു ടക്ക് ഇടുക. അതായത് നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ പാവാടയുടെ ഒക്കെ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ സാരി പ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കാം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഒരു ഇടതുഭാഗത്തിൻ്റെ ആ ഒരു പുറകിൽ വരെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ഒരു പുറകിൽ വരെ ഈ ഒരു പ്ലീറ്റിംഗ് റിപ്പീറ്റ് ചെയ്യാം, വീഡിയോയിൽ കാണുന്നത് പോലെ. ഏകദേശം നമ്മുടെ ബാക്ക് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ സാരി പ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പല്ലൂടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ചുറ്റിലും സാരി ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല്ലു പ്ലീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി എങ്ങനെയാണോ നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ബ്രോഡ് പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പ്ലീറ്റ്സ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം അത് നമ്മുടെ വലത്ത് ഭാഗത്ത് ഷോൾഡറിൻ്റെ പുറകിൽ കൂടെ പല്ലു മുന്നോട്ടേക്ക് ഇടുക. എന്നിട്ട് ഫുൾ പ്ലീറ്റ്സും നന്നായിട്ട് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ്, അതായത് നമ്മുടെ പല്ലു ഒന്ന് വിടർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കണം നിർബന്ധമില്ല. നമുക്ക് ബോർഡർ ഉള്ള സാരി ആണെങ്കിൽ ആ ബോർഡർ കാണുന്ന രീതിയിൽ മടക്കുക. എന്നിട്ട് പുറകിൽ നന്നായിട്ടൊരു നോട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെ ഇരിക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാവും സാരി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ സെക്യൂർ ചെയ്ത് വെച്ച പല്ലൂടെ പിന്നഴിക്കുക. എന്നിട്ട് സിംഗിൾ പ്ലീറ്റ് ആക്കി ഇട്ടിട്ട് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാം. അപ്പം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് അല്ലേ. നമ്മളെന്നും സാരി എടുത്ത് പോകുന്നതിലും നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇതേപോലെ സാരി ഡ്രേപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സിംഗിൾ പ്ലീറ്റ് പിന്നെ വെച്ച് കുത്തുന്നതോടെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടാണുള്ളത്. നമ്മുടെ ഹാൻഡ്സ് ഫ്രീ ആവണമെങ്കിൽ നമുക്ക് അവിടെ കൈയുടെ അവിടെ, വലത്തെ കൈയുടെ അവിടെ ഒരു പിന്നെ വെച്ച് വീണ്ടും സെക്യൂർ ചെയ്യാം. നോക്കൂ, എത്ര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഫുൾ ലുക്കൊന്ന് നോക്കാം. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഡ്രേപ്പ് ചെയ്തപ്പം. എന്നും നമ്മൾ കണ്ടുമടുത്ത സാരി ഡ്രേപ്പിങ്ങിനേക്കാളും നല്ലൊരു ഗൗൺ ഇട്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കുക വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.